വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ LBSൻ്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ 21/8/26 നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് പ്രൊവിഷണൽ ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോയാണ് ഇന്ന്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് ഈ ഇൻഡെക്സ് മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ഇത് കാണാൻ വേണ്ടി, നിങ്ങളുടെ പ്രൊവിഷണൽ ഇൻഡെക്സ് മാർക്ക് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നത് പറയുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് പുതിയ പ്രോസ്പെക്റ്റസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെ കോഴ്സസ് ആണ്, 19 കോഴ്സാണ് LBSൽ വരുന്നത്. ആ കോഴ്സസിൻ്റെ ഡ്യൂറേഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ തന്നെ നമുക്കിനി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഏതൊക്കെ കോഴ്സസ് ആണ് റാങ്ക് ലിസ്റ്റ് 1ൽ വരുന്നത്, 2ൽ വരുന്നത്, 3ൽ വരുന്നത്, 4ൽ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രോസ്പെക്റ്റസിൽ കൊടുത്തിട്ടുണ്ട്. അതപ്പം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം. അത് ആ സമയത്ത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇനി നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സൈഡിലൊരു ഓറഞ്ച് സ്ക്വയർ ബോക്സിൽ 3 ലൈൻസ് കാണുന്നുണ്ടാകും. അതിനകത്ത് ലോഗിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക, വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിയുമ്പം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓപ്പണായി വരുന്നതായിരിക്കും. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ ID, ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതെല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കുക. കാരണം ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ലോഗിൻ ചെയ്ത് ഇതിനകത്തായിരിക്കും അലോട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു പേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ എൻട്രി, മാർക്ക് എൻട്രി, ആപ്ലിക്കേഷൻ, ഫൈനൽ കൺഫർമേഷൻ, അക്സെപ്റ്റഡ് ഡേറ്റ കൺഫർമേഷൻ സ്റ്റാറ്റസ്, ഇതെല്ലാം കറക്റ്റായിട്ട് കാണിക്കണം. അതിൻ്റെ താഴെയായിട്ട് ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ വ്യൂ എന്ന് പറയുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ഇത് മനസ്സിലാക്കി വെക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനി റാങ്ക് ലിസ്റ്റ് വരണം. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, മെയിൻ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. പല കുട്ടികളും എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ലോങ് വീഡിയോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ട്രിക്സും ടിപ്സും, മാർക്ക് കുറഞ്ഞ കുട്ടികൾ എങ്ങനെ ഓപ്ഷൻ വെക്കണം, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിവേ, നിങ്ങൾക്ക് ഒന്നുകൂടി ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഒന്നുകൂടി ആ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, നമുക്കതനുസരിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കൂടുതലും വരാനുള്ള ഡൗട്ട് ഇൻഡെക്സ് മാർക്ക് കണ്ടു, ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്തത് അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നോക്കി വെക്കുക. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് പറയാനുള്ള കാര്യം, ഇൻഡെക്സ് മാർക്ക് 250 താഴെയുള്ള ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ഇവിടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ LBSന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ ഈ ഒരു മാർക്കുള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. കാരണം അലോട്ട്മെൻറ്റ് അവസാനം വരെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും. അവസാനം കിട്ടാത്ത പക്ഷം ഈ ഒരു വർഷം കളഞ്ഞ കുട്ടികളുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം കളഞ്ഞിട്ട് ഈ വർഷം പിന്നെയും LBSൽ കൊടുത്ത കുട്ടികളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ കേരളത്തിലെ മാനേജ്മെൻറ്റ് സീറ്റുകളോ പുറത്തുള്ള മാനേജ്മെൻറ്റ് സീറ്റുകളോ ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടി നോക്കുക. അറ്റ്ലീസ്റ്റ് പ്രീ ബുക്കെങ്കിലും നിങ്ങൾ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പുറത്തുള്ള നല്ല കോളേജസ്, കർണാടക, തമിഴ്നാട്, അതുപോലെ തന്നെ ബാംഗ്ലൂർ, മൈസൂർ, അതുപോലെ കേരള മാനേജ്മെൻറ്റ് സീറ്റ്, ഇതെല്ലാം നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ പോസ്റ്റിൽ ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ അതുവഴി വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ എന്നെ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മെസ്സേജ് ചെയ്യുക കേട്ടോ. ആരും കോള് വിളിക്കരുത്, മെസ്സേജ് ചെയ്യുക. ബിക്കോസ് എനിക്കും വർക്കുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഒത്തിരി കുട്ടികൾ കോള് വിളിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ എൻക്വയറീസിന് വേണ്ടി മാത്രമായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ എല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രൂ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.